പുതിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വ്യാപക പരാതികളാണ് ഉയരുന്നത്. നേരത്തെ റാങ്ക് പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന പല കുട്ടികളും പിറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു പെൺകുട്ടിയാണ് നമുക്കിപ്പം ഇപ്പോൾ ചെയ്യുന്നത്. കോഴിക്കോട് നല്ലളം സ്വദേശിനി ഫെൻസ. നേരത്തെ 2300 ആയിരുന്നു റാങ്ക് പട്ടിക. ഇപ്പോൾ അത് വലിയ രീതിയിൽ പിറകോട്ട് പോയിട്ടുണ്ടല്ലേ? അതെ, എനിക്ക് 2300 റേഞ്ചിലായിരുന്നു റാങ്ക് വന്നിരുന്നത്. ഇപ്പം വളരെ താഴേക്കാണ് എക്സീഡായിട്ട് പോകുന്നത്. 8K എബവ് ആയിട്ടുണ്ട് ഇപ്പോൾ റാങ്ക്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജോ ഒരു കോഴ്സോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് കീം ആസ്പിരൻസിന് ഇനി എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാണ്. ഒരു ഫ്യൂച്ചറോ ഒരു കാര്യങ്ങളും ഇല്ലാതെ വരാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് കോളേജസിലൊക്കെ അഡ്മിഷൻസൊക്കെ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ ഈ കീം എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നിനും നിൽക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചാൻസസ് മുന്നിൽ കാണുന്നില്ല. വലിയ പ്രതിസന്ധിയാണ്. രക്ഷിതാക്കളും അതുപോലെ വലിയ ബുദ്ധിമുട്ടിലാണ്. അതെ, ഇമോഷണലി നമ്മളെല്ലാവരും നമുക്കിപ്പോൾ ആ ഒരു റാങ്ക് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഫാമിലിയും എല്ലാവരും ഭയങ്കര പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം അധ്യാപകരും വലിയ ഒരു പ്രതിസന്ധിയിലാണ്, വലിയൊരു മാനസിക പ്രയാസത്തിലാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അവർ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ. ഇപ്പോൾ ഫെൻസ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഫെൻസ രാവും പകലിൽ നിന്ന് കീമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു കൊല്ലം കീമിന് റിപ്പീറ്റ് ചെയ്ത കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 1ാം റാങ്ക് കിട്ടിയിട്ട് പിന്നീട് ബാക്കിലായ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ ആണ്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് നേരത്തെ ആയിരുന്നു, ഇപ്പോഴല്ല. അടുത്ത കൊല്ലത്തേക്കെങ്കിലും കീം എന്ന് പറയുന്ന എക്സാമിന്റെ മാർക്ക് ബേസ്ഡ് ആയിരിക്കണം റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് മന്ത്രി പറയുന്നത് അടുത്ത കൊല്ലം നോക്കാമെന്ന്. അടുത്ത കൊല്ലം കീം എക്സാമിന്റെ തലേദിവസം അല്ലേ നോക്കേണ്ടത്. ഇപ്പോഴങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോസ്പെക്റ്റിൽ വെറും 1 മണിക്കൂർ മുൻപാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പൊ തലേദിവസം ചെയ്യാനല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ജീവിതവും ആ കുട്ടിയുടെ നാളത്തെ ആ കുട്ടി ബിൽഡ് ചെയ്തെടുക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടിയിട്ടല്ല. സോ തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വെച്ച് കളിക്കരുതെന്നുള്ള കാര്യം വ്യക്തമായി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചത്തിൽ പറയുക തന്നെ ചെയ്യും. ഓരോ കുട്ടിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ കുട്ടിയുടെ കണ്ണീരെന്ന് പറയുന്നത് ഒട്ടും മായ്ക്കാൻ കഴിയാത്തത് തന്നെയാണ്. സോ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കീം എക്സാമിന്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുക. +2 മാർക്സ് കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം കീം എഴുതുന്ന കുട്ടികൾ ഈ +2 സ്റ്റേറ്റും CBSE കുട്ടികൾ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റും CBSE വ്യത്യാസം ഉണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് തന്നെയാണ്. പിന്നെ എന്തിനാണ് അവിടെ ഒരു വ്യത്യസ്തത? ഓക്കെ, സോ കീമിന്റെ മാർക്ക് മാത്രം എടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇനി അതിനൊരു സാഹചര്യം നിലവിൽ ഇല്ല. അതെ, തീർച്ചയായിട്ടും ഇനിയൊരു സാഹചര്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇല്ല, ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞു ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ നിർബന്ധിതരായി. ഓക്കെ, ഇപ്പോൾ 400 റാങ്ക് മേടിച്ച് CET-ൽ CS എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി, തനിക്ക് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിക്ക് 800 റാങ്ക്. ഓക്കെ, സോ എത്രമാത്രം പുറകിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ 400 CET-ൽ CS കിട്ടുമോ? ഇലക്ട്രോണിക്സ് പോലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ സ്വപ്നം തകർന്നു, കുട്ടിയുടെ പാരൻസ് സ്വപ്നം തകർന്നു, ആ കുട്ടിയുടെ അധ്യാപകരുടെ സ്വപ്നം തകർന്നു. നാളെ ഒരു സമൂഹത്തിന് ഒരു വാഗ്ദാനമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറുതെയുള്ള ചീട്ടുകളിയല്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. വലിയ മാനസിക പ്രയാസത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാതലായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.